ആ സജീണ എന്തിനാ ഇവിടെ വന്ന് കിടക്കുന്നത്? ഒന്നും പറയണ്ടണ്ണ. എന്നാ ഞാൻ പോട്ടെ. അങ്ങനെ പോലണ്ണ. ഈ കാര്യം പറയടേ. ഒരു മെസ്സേജ് വന്നണ്ണ. മെസ്സേജ്? ആ മെസ്സേജ്. ഫൈൻ അടിച്ചല്ലേ? പറ്റിപ്പോയണ്ണ. അതിന് എവിടെ പോയായിരുന്നു? അന്ന് പണി കഴിഞ്ഞ് വന്നപ്പോ ആ സുമേഷിന്റെ വണ്ടിയുടെ പുറകെ കയറ്റിയതാണ്. അതിനെന്തരാ അണ്ണാ ആ സുമേഷിന്റെ വണ്ടിയുടെ പുറകിൽ കയറ്റുമ്പോഴേ നമ്മുടെ സാവണ്ണ വണ്ടിയുടെ പുറകിലുണ്ടല്ലേ. അപ്പൊ ട്രിപ്പിൾ അടിച്ച്. മെസ്സേജ് വന്നിട്ട് ഒരു മാസമായി, ഞാൻ കണ്ടില്ലാണ്. ഇനിയിപ്പോ എന്തിനു ചെയ്യണം? കയ്യട് അണ്ണനെ പോലീസ് പിടിക്കോ? നീ ഒന്ന് ചുമ്മാ ഇരടെ. എടാ ഇതിന് നീ പേടിക്കൊന്നും വേണ്ട. നമ്മുടെ ഫോണിലേക്ക് ഇങ്ങനെ മെസ്സേജ് വന്നാല് നമുക്ക് 60 ദിവസം വരെ ഇത് ഓൺലൈനിലും അടയ്ക്കാം, പോലീസ് സ്റ്റേഷനിലും അടയ്ക്കാം. 60 ദിവസം കഴിഞ്ഞാൽ ഇത് വിർച്വൽ കോർട്ടിലേക്ക് പോകും. ഇവിടെ വിർച്വൽ കോടതിയിലേക്ക് ഫൈൻ പോയി കഴിഞ്ഞാലേ ഒരു 7 ദിവസം പ്രൊസീജിയർ ഉണ്ട്. ഈ 7 ദിവസം പ്രൊസീജിയർ കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു 60 ദിവസം കൂടി ഇത് ഓൺലൈനിൽ മാത്രം അടയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇത് അടയ്ക്കാൻ പറ്റില്ലെങ്കിലേ നമ്മുടെ ഈ ചെല്ലാൻ റെഗുലർ കോടതിയിലേക്ക് പോകും. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? അങ്ങനെ വരുവാണെങ്കിലേ നീ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ല്, ഒരു അപേക്ഷ എഴുതി കൊടുത്താൽ മതി. അവർ നിനക്ക് ഓൺലൈനിൽ ഈ ഫൈൻ അടയ്ക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി തരും. അണ്ണനതൊക്കെ എങ്ങനെ അറിയാം? അണ്ണനും വന്നായിരുന്ന ഇതുപോലൊരു മെസ്സേജ്.